കണ്ണൂരിൽ 2 പേർക്ക് എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ ആരോഗ്യവകുപ്പ് ജാഗ്രത തുടരുകയാണ്. കൂടുതൽ ഐസൊലേഷൻ സംവിധാനങ്ങൾ ഒരുക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഈ എംപോക്സ് സ്ഥിരീകരിച്ചവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? ഏതൊക്കെ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്? മനു, യുഎഇയിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തിയ 2 പേർക്കാണ് ഇപ്പോൾ എംപോക്സ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് വയനാട് സ്വദേശിയും മറ്റൊന്ന് കണ്ണൂർ സ്വദേശിയുമാണ്. ഇവർ 2 പേരും രോഗലക്ഷണങ്ങളോടുകൂടി പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിക്കുകയും അവിടെ നിന്നും നടത്തിയിട്ടുള്ള പരിശോധനയിൽ എംപോക്സ് ആണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു. 2 പേർക്ക് രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇപ്പോൾ ജില്ലയിൽ ആരോഗ്യവകുപ്പ് കൂടുതൽ ജാഗ്രത തുടരുകയാണ്. ഇവരുമായി സമ്പർക്കം പുലർത്തിയവർക്കെല്ലാം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ ഐസൊലേഷൻ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ രോഗം സ്ഥിരീകരിച്ചവരുടെ റൂട്ട് മാപ്പ് ഇന്ന് ആരോഗ്യവകുപ്പ് പുറത്തുവിടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ഐസൊലേഷൻ സംവിധാനം ഒരുക്കാനും മറ്റ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഈ വിദേശങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് ഉൾപ്പെടെ പരിശോധന ഉൾപ്പെടെ നടത്തുന്ന കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ആരോഗ്യവകുപ്പ് പൂർണ്ണമായും സജ്ജമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ശരി, എം സന്തോഷ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.